അള്ളാഹുവിൻ്റെ കരുണ അത് വലിയ നിർബന്ധമായ, നമുക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു അത്ഭുതമായ കാര്യമാണ് അള്ളാഹിൻ്റെ കരുണ. എന്നാൽ ഈ പരിശുദ്ധമായ ദിനരാത്രങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ അള്ളാഹിൻ്റെ കരുണയില്ലാത്ത, കരുണ കിട്ടില്ല എന്ന് നബി തങ്ങൾ പറഞ്ഞ 12 വിഭാഗമുണ്ട്. അത് ആരൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കുക. അതിൽ ഒരാളിലെങ്കിലും നമ്മൾ പെട്ടുപോയാൽ ഖസറത്ത് ദുനിയാവൽ ആഖിറ, ദുനിയാവും പോയി ആഖിറവും പോയി. അത് ആരൊക്കെയാണെന്ന് ഇൻഷാ അല്ലാഹ് കുറഞ്ഞ സമയത്തിൽ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അതോടൊപ്പം അള്ളാഹിന്റെ കരുണ പേമാരി പോലെ ശക്തമായ മഴ പെയ്യുമ്പോൾ എങ്ങനെയാണോ മഴവെള്ളം ഒലിച്ചു വരുന്നത്, അതുപോലെ കരുണ കിട്ടാൻ കഴിയുന്ന അത്ഭുതത്തിന്റെ ഒരു ദുആയും അതുപോലെ ഒരു ഇസ്മിനെ പറ്റിയുമാണ് ഇന്ന് നമ്മൾ പഠിക്കുക. അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി കഫാ വസ്സലാം അലാ ഇബാദിഹി നിഅമ അമ്മാ ബഅദ്. റാഹത്തല്ലേ? അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്നാണ് നമ്മുടെ ആശയം. അതുകൊണ്ട് തന്നെ നീട്ടിപ്പരത്തി പറയാതെ വേഗം വിഷയത്തിലേക്ക് കടന്ന് വേഗം നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ച് ദുആ ചെയ്യാം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും നമ്മുടെ വോയിസ് ഓഫ് ഷഫീഖ് ബദ്രി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ റഹ്മത്ത് അത് വലിയ അനുഗ്രഹമാണ് അല്ലേ? അള്ളാഹിന്റെ റഹ്മത്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ നേട്ടമാണ്. റഹ്മത്ത്, അള്ളാഹിന്റെ കരുണയില്ലാതെ ഒരാണ് സ്വർഗ്ഗത്തിൽ പോകില്ല. നബി തങ്ങൾ പറഞ്ഞ ലൻ യദ്ഖുലുൽ ജന്നത ഇല്ലാ ബിറഹ്മത്തില്ല, റബ്ബിന്റെ കരുണയില്ലാതെ നിങ്ങൾ ഒരാണ് സ്വർഗ്ഗത്തിൽ പോകില്ല. നബി തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചു, നബിയെ നിങ്ങൾ അങ്ങനെയാണോ, അങ്ങയും അപ്രകാരമാണോ? സ്വഹാബത്ത് പറഞ്ഞു, വല അന ഇല്ല അയ്യതഗമ്മദനി അല്ലാഹു ബിറഹ്മ, എന്നെയും റബ്ബ് റഹ്മത്ത് കൊണ്ട് പൊതിഞ്ഞാലല്ലാതെ സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റൂല. അപ്പൊ അള്ളാന്റെ അനുഗ്രഹമാണ് നമ്മൾ അള്ളാന്റെ റഹ്മത്ത് കിട്ടുക എന്നുള്ളത്. നമ്മൾ റഹ്മത്തിനെ ഇങ്ങനെ ചോദിച്ചു കൊണ്ടേയിരിക്കണമെന്നാണ്. അള്ളാന്റെ റഹ്മത്തിന്റെ നോട്ടം കിട്ടിയാൽ വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിൽ പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നബി തങ്ങൾ എപ്പോഴും അള്ളാന്റെ റഹ്മത്തിനെ ചോദിച്ചു കൊണ്ടിരുന്നതാണ്. മുത്ത് നബി തങ്ങൾ തന്നെ അള്ളാന്റെ റഹ്മത്താണ്. ആ റഹ്മത്ത് തന്നെ ആരോട്? അള്ളാഹിനോട് റഹ്മത്തിനെ ചോദിച്ചു കൊണ്ടിരുന്നുവെങ്കിൽ ആ റഹ്മത്ത് വിശാലമല്ലേ? മീസാനിൽ അള്ളാന്റെ റഹ്മത്ത് ഉണ്ടാകണം, ഖബറിൽ അള്ളാന്റെ റഹ്മത്ത് ഉണ്ടാകണം, മരണം അള്ളാന്റെ റഹ്മത്ത് ഉണ്ടാകണം. ഇതെല്ലാം അള്ളാന്റെ കരുണയില്ലാതെ ഒന്നും രക്ഷയില്ല. നബി തങ്ങൾ പറഞ്ഞെന്താ? ഇർഹമൂ മൻ ഫിസ് സമാ, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക. ഇർഹമൂ മൻ ഫിൽ അർള്, നിങ്ങൾ ഭൂമിയിലുള്ളവർ കരുണ കാണിച്ചാൽ ആകാശത്തിലുള്ളവർ നിങ്ങളോട് കരുണ കാണിക്കുമെന്ന് നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഈ പരിശുദ്ധമായ രാവിരവുകളിലൂടെ പുണ്യമാക്കപ്പെട്ട മാസത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അള്ളാന്റെ കരുണ കിട്ടാത്ത, റഹ്മത്തിന്റെ നോട്ട ലഭിക്കാത്ത ചില കൂട്ടരുണ്ട്. അവർ നമ്മളെ പെട്ടുപോകരുത്. ഇൻഷാ അല്ലാഹ് തീരുമാനമെടുക്കും. ഉമ്മ ഉസ്താദെ, ഇൻഷാ അല്ലാഹ് ഈ വിഭാഗത്തിൽ ഒരാളിലും ഞാൻ ഉണ്ടാവൂല. അറിയാതൊക്കെ പെട്ടുപോയിട്ടുണ്ട്, ഞാൻ തൗബ ചെയ്യുകയാണ്. ഇനി എന്റെ ജീവിതത്തിൽ ഈ സ്വഭാവം ഉണ്ടാവൂല എന്ന് തീരുമാനത്തോടെ കേൾക്കണം. തയ്യാറല്ലേ? അള്ളാഹ് കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് ആ നിയ്യത്ത് അള്ളാഹ് നന്നാക്കി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാമത്തെ വിഭാഗം നബി തങ്ങൾ പറഞ്ഞു, ഭർത്താവിനോട് നന്ദി ചെയ്യാത്ത പെണ്ണ്. അല്ലാഹ് ഉസ്താദേ, ഒന്നാമത്തെ തന്നെ ഞങ്ങൾ ഔട്ടായല്ലോ. ഭർത്താവിനോട് നന്ദിയില്ലാത്ത പെണ്ണ് എന്ന് പറഞ്ഞാൽ എന്തേ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിന്റെ രാത്രിയിൽ പരിശുദ്ധമായ നരകം കണ്ടു അല്ലേ? മിഅ്റാജ് ദിനം രാവിൽ ത്വാഹ റസൂലുള്ളാഹ് നരകത്തെ കണ്ട് പോയി പെങ്ങളെ, മിഴിതള്ളി തുറിച്ചതമേറെ സഹിക്കുന്ന അധികവും നിങ്ങളാം പെണ്ണുങ്ങളെ, അധികവും നിങ്ങളാം പെണ്ണുങ്ങളെ, തീയാൽ തയ്യൽ ചെയ്തൊരു മക്കനയാലേ നിങ്ങളെ തലമുടിയെ ഒയ്യാലൊഴിവില്ലാത്തൊരു വിധമിൽ മൂടിയ വിധമാ പെൺമണിയെ, മണിയെ നീ തല മറയ്ക്കാതെ ദുനിയാവിൽ നടന്നതിനുള്ള ശിക്ഷയാണല്ലോ, നടന്നതിനുള്ള ശിക്ഷയാണല്ലോ. നിബിധങ്ങൾ നരകത്തിൽ കണ്ട അധികം പെണ്ണുങ്ങളായി എന്ന് കരുതി വാപ്പമാരെ സന്തോഷിക്കണ്ട, നിങ്ങൾ നരകത്തിൽ പോകില്ല എന്ന് അർത്ഥമില്ല. കൂടുതലും പെണ്ണുങ്ങൾ എന്താ? രണ്ട് കാര്യം. ഒന്ന്, ഭർത്താവിനോട് നന്ദി കേട് കാണിക്കുന്നവർ, അതിൽ ഒരു കാരണം. രണ്ട്, നാവിനെ സൂക്ഷിക്കാത്തവളെന്നാണ്. ഭർത്താവിനോട് നന്ദി കേട് കാണിക്കാന്ന് പറഞ്ഞാൽ അവരെ അടിക്കണം തൊഴിക്കണം എന്നൊന്നുമില്ല. എന്തെങ്കിലും സാധനം വാങ്ങി തന്നില്ല, ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ പറയാം, അല്ലെങ്കിലും എനിക്ക് നിങ്ങൾ ഇങ്ങനെയാ, ഒരു ഉപകാരം നിങ്ങളെ കൊണ്ടില്ല, ഇത്രയും നാൾ അവൻ നിനക്ക് വേണ്ടി ചോര നീരാക്കിയതൊക്കെ വെറുതെയായി. നാവിനെ സൂക്ഷിക്കണം. ഭർത്താവിനോട് നന്ദിയില്ലാത്തവളാകരുത്, തിരിച്ച് ഭർത്താവ് നന്ദിയുള്ളവനാകണം. ഭാര്യയ്ക്ക് പ്രത്യേകിച്ച് നബി തങ്ങൾ പറഞ്ഞു, ഭർത്താവിനോട് നന്ദി ചെയ്യാത്ത പെണ്ണ് അള്ളാന്റെ റഹ്മത്തില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. രണ്ടാമത്തെ നബി തങ്ങൾ പറഞ്ഞു, ആഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവർ.
നബിതങ്ങൾ പറഞ്ഞു, മാതാപിതാക്കൾ ഏത് തെറ്റ് ചെയ്താലും കള്ളു കുടിച്ചു ഖബറിലെ ശിക്ഷയുള്ളൂ, വ്യഭിചരിച്ചു ഖബറിലെ ശിക്ഷയുള്ളൂ, മോഷ്ടിച്ചു ഖബറിലെ ശിക്ഷയുള്ളൂ. പക്ഷെ ഉമ്മയും വാപ്പയും വേദനിപ്പിച്ചാൽ ദുനിയാവിൽ വെച്ച് ശിക്ഷ അനുഭവിച്ചിട്ടേ മരിക്കൂ, തീരൂല, ആഖിറത്തിലും ശിക്ഷയുണ്ട്. അതങ്ങനെയാണ് മാതാപിതാക്കളുടെ പൊരുത്തം. ഉമ്മമാരെ വാപ്പമാരെ തീരുമാനമെടുത്തോ, ഈ പരിശുദ്ധമായ മുഹറമിൽ അവരുടെ പൊരുത്തമില്ലേ, എത്ര തൗബ ചെയ്തിട്ടും കാര്യമില്ല, എത്ര നിങ്ങൾ ഹജ്ജ് ചെയ്തിട്ടും കാര്യമില്ല, എത്ര നിങ്ങൾ സൂറത്ത് ഓതിയിട്ട് ഹത്തം ഓതിയിട്ടും കാര്യമില്ല. ഉമ്മയുടെ വാപ്പയെ പൊരുത്തം വേണം. നിങ്ങൾ കാരണം മാതാപിതാക്കളുടെ കണ്ണ് നിറഞ്ഞാൽ അത് മാതാപിതാക്കളെ ഈദാ ഉൽ വാലിദൈൻ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കലാണെന്ന് നബീന റസൂലുള്ളാഹി. അതുകൊണ്ട് പൊരുത്തം ചോദിച്ചോ, അല്ലാഹ് കബൂലാക്കട്ടെ. രണ്ടാമത്തത് മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവർ. മൂന്നാമത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, മന്നാൻ, കൊടുത്ത കാര്യം എടുത്തു പറയുന്നവർ. നമ്മൾ പറയില്ലേ, എടാ നിന്റെ മോളെ കല്യാണത്തിന് ഞാൻ തന്നില്ലേടാ, എന്നിട്ട് നീ എന്നോട് കാണിച്ചില്ലേടാ, പറയില്ലേ, എടിയേ നിനക്ക് ഞാൻ പർദ്ദ വന്നില്ല ഇട്ടോണ്ട് പോവാൻ, നിനക്ക് മാല വന്നില്ല ഇട്ടോണ്ട് പോവാൻ, നമ്മൾ പറയില്ലേ, പാടില്ല. ചെയ്ത നന്മകളെ എടുത്തു പറയുന്നവർ. അതുകൊണ്ട് ആ പറയുന്നവർ അള്ളാന്റെ റഹ്മത്തിന് പ്രതീക്ഷ വേണ്ട എന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹ് കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നാലാമത് നബിതങ്ങൾ പറയുന്നു, അള്ളാന്റെ റസൂൽ പല ഹദീസുകൾ എടുത്തു വെച്ചാൽ പറയണം. നാലാമത് നബിതങ്ങൾ പറഞ്ഞു, അൽ മുത്തറജ്ജിൽ എന്ന് പറഞ്ഞാൽ ആൺവേഷം കെട്ടുന്ന പെണ്ണും പെൺവേഷം കെട്ടുന്നയാണും. ചിന്തിച്ചു നോക്കിയേ, പെണ്ണിന്റെ വേഷം ആണ് ധരിക്കുക, ആണിന്റെ വേഷം പെണ്ണ് ധരിക്കുക. ഇന്നത്തെ വേഷവിധാനങ്ങൾ അതിലേക്കൊന്നും കടക്കണില്ല, വിവാദങ്ങളിലേക്കും അല്ലെങ്കിൽ ട്രോളുകളിലേക്കൊന്നും ഞാൻ കടക്കണില്ല. ഇന്നത്തെ വേഷവിധാനങ്ങൾ നോക്കി, പുരുഷന്മാരുടെ വസ്ത്രം ധരിക്കുന്ന പെണ്ണെ, പെണ്ണിന്റെ വസ്ത്രം ധരിക്കുന്ന പുരുഷ, അള്ളാന്റെ കരുണ നിങ്ങൾ പ്രതീക്ഷിക്കണ്ട എന്ന് നബിയുനാ റസൂലുള്ളാഹി. മക്കള് പറയുന്നതൊക്കെ മേടിച്ചു കൊടുക്കുമ്പോൾ വാപ്പ അതിന്റെ പങ്ക് നിങ്ങളുടെ ഹിസാബിലുമുണ്ട് എന്ന് നിങ്ങൾ മറന്നു പോകണ്ട. ആൺവേഷം കെട്ടുന്ന പെണ്ണും പെൺവേഷം കെട്ടുന്ന ആണും ഉറപ്പായും അള്ളാന്റെ കരുണയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഞ്ചാമത്തെ നബി തങ്ങൾ പറഞ്ഞു, ദരിദ്രനായ അഹങ്കാരി എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുമില്ല, ഒരു സാധു വീട്ടിലെ പെണ്ണായിരുന്നു. പണക്കാരൻ വന്നു, പെണ്ണിന്റെ സൗന്ദര്യം കണ്ട് ചെറുക്കം പറഞ്ഞു, പെണ്ണിനെ മതി കേട്ടോ, സമ്പത്തൊന്നും വേണ്ട, കെട്ടിച്ചു കൊടുത്തു. പെണ്ണ് ഉള്ള വീട്ടിലേക്ക് വന്നു, പെണ്ണിനല്ല, അഹങ്കാരായി. ഒന്നുമില്ല, ദരിദ്രൻ. എന്താ അഹങ്കാരി? ദരിദ്രനായ അഹങ്കാരി. അഹങ്കാരം കൽബിലുണ്ടോ? തീർന്നു. മൻ കാന ഫീ ഖൽബിഹി മിസ്കാലു ദർറത്ത് മിൻ കിബ്ർ, ഞാനാണ് വലുത് എന്ന ചിന്തയോടെ അഹങ്കാരത്തിന്റെ കടുകുമണിമിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ ലാ യദ്ഖുൽ ജന്ന, സ്വർഗ്ഗമില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഞാൻ വലുത്. ഇപ്പൊ ഞാൻ ചിന്തിക്കണോ, ഞാൻ എല്ലാ ദിവസവും ക്ലാസ് എടുക്കുന്നു, കുറെ പേര് ഇവിടെ കേൾക്കുന്നു. ആ വോയിസ് ഓഫ് ഷഫീഖ് ബദിന്റെ ചാനൽ പുതിയ ചാനലാണ്, വേഗം സക്സസ് ആയി, ആളുകളൊക്കെ സ്വീകരിച്ചു, അൽഹംദുലില്ലാ. സബ്സ്ക്രൈബേഴ്സ് കൂടുന്നു, ആളുകൾ വ്യൂസ് കൂടുന്നു, അൽഹംദുലില്ലാ. അഹങ്കാരം വന്നാൽ അള്ളാഹ് എടുത്ത് താഴെ ഇടും. മൻ തവാളഅ ലില്ലാഹി റഫഅഹുല്ലാഹ് മൻ തകബ്ബറ വലഹു. ആരഹങ്കരിച്ചിട്ടുണ്ടോ അവരൊക്കെ നിലത്ത് വീണിട്ടുണ്ട്. ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കി. അത് ഇസ്ലാമിലാകട്ടെ നമ്മുടെ നാട്ടുപ്രദേശങ്ങളിലാകട്ടെ അഹങ്കരിച്ചിട്ടുള്ളവരൊക്കെ താഴെ വീണിട്ടുണ്ട്. അള്ളാഹു നമുക്ക് ആക്കട്ടെ. അതുകൊണ്ട് അഹങ്കാരം നമുക്ക് വരാൻ പാടില്ല. നമ്മൾ അള്ളാഹനെ വിധേയപ്പെട്ട് വിനയത്തോടെ ഭവ്യതയോടെ ജീവിക്കുന്നവരാവുക. അതുപോലെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആറാമത്തെ വിഭാഗം, അള്ളാഹിന്റെ റഹ്മത്ത് ലഭിക്കാത്ത ആറാമത്തെ വിഭാഗം, മനഃപൂർവ്വം കണ്ണങ്കാലിന് താഴെ, നെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചിഴച്ച് നടക്കുന്ന പുരുഷന്മാർ. അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടൂല. അപ്പൊ സഹോദരി, ഇത് പറഞ്ഞപ്പോ നബിതങ്ങളോട് സൈനബ ബിബി ചോദിച്ചു, നബിയെ പെണ്ണുങ്ങൾ ഇറക്കിയിടണ്ടോ, അതൊക്കെ അയച്ചു കൊടുക്കും? നബിതങ്ങൾ പറഞ്ഞു, പെണ്ണുങ്ങൾ താഴോട്ട്, കണ്ണങ്കാലിന് താഴോട്ട് ഇറക്കിയിട്ടോട്ടെ എന്നാണ്. സ്ത്രീകൾ താഴെ ഇട്ടോട്ടെ. പുരുഷന്മാരെ നിങ്ങളോടാ പറയണേ, മുണ്ട് വലിച്ചിഴച്ച് നടക്കുക, പാൻറ് അഹങ്കാരത്തോടെ മനഃപൂർവ്വം വലിച്ചിഴച്ച് നടക്കുന്നവർക്ക് നാളെ വിചാരണയിൽ കടുപ്പമാണ്. അള്ളാഹിന്റെ റഹ്മത്തില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏഴാമത്തെ വിഭാഗം അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു, മാനിഉ ഫദ്ലുൽ മാ, വെള്ളത്തെ തടഞ്ഞു വെക്കുന്നവർ. നിന്റെ ആവശ്യം കഴിഞ്ഞിട്ട് വെള്ളം ബാക്കിയുണ്ടോ, ഒരാൾ ചോദിച്ചിട്ട് കൊടുത്തില്ല എങ്കിൽ അള്ളാഹിന്റെ കരുണയില്ല. വെള്ളത്തെ പിടിച്ചു വെക്കുന്നവർ. നമ്മൾ പറയില്ല, ഉണക്ക സമയം വന്നാൽ നമ്മൾ കിണറ്റ് വെള്ളമുണ്ട്, നമ്മൾ പറയും വെള്ളമില്ല, കൊടുക്കൂല. വെള്ളം നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് വെള്ളം മാറ്റിവെച്ച് പിടിച്ചു വെച്ചാൽ അള്ളാഹിന്റെ റഹ്മത്ത് ലഭിക്കൂല. അതുപോലെ എട്ടാമത്തെ വിഭാഗം ഷെയ്ഖുൻ സാനി, പ്രായമുള്ള വ്യഭിചാരി, അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കൂല. പ്രായം ഇല്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് തെറ്റിദ്ധരിക്കേണ്ട. പ്രായമുള്ള ആൾക്ക് അതിന്റെ കടുപ്പം, പ്രായമില്ലാത്തവർക്ക് അതിന്റെ ശിക്ഷ. അങ്ങനെ രണ്ടും തെറ്റ് തന്നെയാണ്. പ്രായമുള്ള വ്യഭിചാരി അള്ളാഹു സ്വീകരിക്കൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒൻപതാമത്തെ വിഭാഗം കള്ളം പറഞ്ഞ് കച്ചവടം ചെയ്യുന്നവർ. അഹല്ലല്ലാഹു ബൈഅ വഹറമ റിബ,
അള്ളാന്റെ റസൂൽ ഖുർആൻ പറഞ്ഞത് കച്ചവടം നിങ്ങൾക്ക് ഹലാലാണ്, കളവ് പറയരുത്. ഒരു സാധനം ഉണ്ട്, അതിനെന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് പറയണം. നമ്മൾ പറയണം എന്താ, എൻ്റെ അല്ലോ എടിയെ ഇങ്ങനെ ഒരു സാധനം കെട്ടിയും ഗൾഫിൽ നിന്നുണ്ടോ, നീ ഇത്ര രൂപ തന്നാൽ മതി. നമ്മൾ പോരായ്മ പറയൂല. കച്ചവടക്കാരെ ശ്രദ്ധിച്ചോളിൽ, കച്ചവടം നാളെ സ്വർഗത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്, അതോടൊപ്പം നരകത്തിലേക്കുള്ളൊരു വഴിയുമാണ്. നമ്മൾ മറന്നു പോകല്ലേ. അള്ളാഹ് കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം 10ാമത് നബി തങ്ങൾ പറഞ്ഞു മലിക്കുൻ കദ്ദാബുൻ, കളവ് പറയുന്ന ഭരണാധികാരി. 11 നബി തങ്ങൾ പറഞ്ഞു ഷാദൂനാൻ, ഭാര്യയുടെ പിന്നിലൂടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവൻ നാളെ റഹ്മത്ത് പ്രതീക്ഷിക്കേണ്ട എന്ന് നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 12ാമത് അള്ളാഹുവിന്റെ പ്രവാചക നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു സ്വവർഗരതി ലൂത്ത് നബിയുടെ സമുദായം ചെയ്ത പുരുഷനെ വിവാഹം കഴിക്കുന്നു, പെണ്ണിനെ വിവാഹം കഴിക്കുന്നു. ഇപ്പൊ കാണുന്നില്ലേ ഖിയാമത്ത് നാളിന്റെ അടയാള, അവർക്ക് റബ്ബിന്റെ റഹ്മത്തിൽ എന്ന് നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസ്താദേ, റഹ്മത്ത് കിട്ടാൻ എന്താ മാർഗം? ഈ തെറ്റ് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മമാരെ തൂബു ഇലല്ലാഹി തൗബത്തൻ നസൂഹ, തൗബ ചെയ്തു മടങ്ങിക്കോ. ഇൻഷാ അല്ലാഹ് അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹ് കബൂലാക്കട്ടെ. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റഹ്മത്ത് അധികമായി കിട്ടാൻ ഒരു ദുആ ഞാൻ പഠിപ്പിച്ചു തരാം. എല്ലാ ദിവസവും ഇൻഷാ അല്ലാഹ് എത്ര എണ്ണം ചൊല്ലാൻ പറ്റുമോ അത്രയും നമ്മൾ ചൊല്ലുക. ഏതെന്നറിയോ? റബ്ബിഗ്ഫിർ വർഹം അൻത ഖൈറുർ റാഹിമീൻ. ചെറിയ ദുആ, റബ്ബിഗ്ഫിർ, അല്ലാഹുവേ നീ പുറത്തു തരണേ അല്ലാ, വർഹം, അല്ലാഹുവേ നിന്റെ കരുണ തരണേ അല്ലാ, അൻത ഖൈറുർ റാഹിമീൻ, പുറത്തു കൊടുക്കുന്നവരിൽ കരുണ ചെയ്യുന്നവർ ഏറ്റവും വലിയവൻ നീയാണ്. റബ്ബിഗ്ഫിർ വർഹം അൻത ഖൈറുർ റാഹിമീൻ. ഈ ദുആ നമ്മൾ പതിവാക്കുക. അതോടൊപ്പം യാ റഹ്മാനു യാ റഹീമു യാ അല്ലാഹ്, യാ റഹ്മാനു യാ റഹീമു യാ അല്ലാഹ്, ഈ ഇസ്മുകളും പതിവാക്കിക്കോളി. ഉറപ്പായും അല്ലാഹുവിന്റെ കരുണയുണ്ടെന്ന് അല്ലാഹുവിന്റെ പ്രവാചക നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കരുണയില്ലാതെ രക്ഷയില്ല. കച്ചവടത്തിൽ, തൊഴിലിൽ, കുടുംബത്തിൽ, എല്ലാറ്റിലും അള്ളാഹിന്റെ റഹ്മത്ത് വേണോ? നമ്മൾ അള്ളാഹിനോട് കാവൽ ചോദിച്ചേ പറ്റൂ, അള്ളാഹിനോട് ദുആ ചെയ്തേ പറ്റൂ. അതോടൊപ്പം ഈ സ്വഭാവങ്ങൾ നമ്മൾ മാറ്റണം. ഈ മാസം നമുക്ക് അനുകൂലമാകണം, ഈ വർഷം നമുക്ക് അനുകൂലമാകണം, നാളെ മരണം നന്നാകണം, സ്വർഗത്തിൽ പോകണം. ഇതെല്ലാം ഈ കരുണ കൊണ്ടേ, അള്ളാഹിന്റെ കരുണ കൊണ്ടേ പറ്റൂ. അള്ളാഹ് കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചുരുങ്ങിയ സമയമാണ്, കൂടുതൽ സമയങ്ങൾ ചർച്ച ചെയ്ത് വിശദീകരിച്ചില്ല, വേഗം പറഞ്ഞുപോയി. ഇതുപോലെയുള്ള ഉപകാരപ്രദമായ അറിവുകൾക്ക് ഇൻഷാ അല്ലാഹ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് എല്ലാവരും വോയിസ് ഓഫ് ഷഫീഖ് ബദ്രി എന്ന ചാനലും ഈ വിനീത നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരം എന്ന ആത്മീയ മജ്ലിസ് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് മഹാന്മാരുടെ ചരിത്രം പാടി പറയുന്ന മജ്ലിസാണ്. ചരിത്രം കേൾക്കാൻ ആഗ്രഹിക്കുന്നവരെ നിങ്ങൾക്ക് ബദറും തീരം ലൈവ് എന്ന ചാനലിലേക്ക് സ്വാഗതം. അതിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് കയറാം, കമന്റിൽ കാണാം, ഡിസ്ക്രിപ്ഷനിൽ കാണാം. അതിലൂടെ നിങ്ങൾക്ക് ചാനൽ കയറാം. അല്ലാഹ് സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദുആ വസിയത്ത് അറിയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഖൈറും ബറക്കത്തും അല്ലാഹ് പ്രദാനിക്കട്ടെ. ഈ മജ്ലിസ് കാണുന്നവർ, മജ്ലിസിനെ സ്നേഹിക്കുന്നവർ, മജ്ലിസിന് വേണ്ടി ഖൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ എല്ലാവർക്കും അല്ലാഹ് റഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പുതിയൊരു അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.